ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. TCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. രാഷ്ട്ര നിർമ്മാണ രംഗത്ത് സുപ്രധാന പങ്കുവഹിക്കുന്ന വനിതകളുടെ പ്രാതിനിധ്യം പാർലമെന്ററി മേഖലയിൽ കുറയുന്നത് ദൗർഭാഗ്യകരമാണെന്ന് CPM നേതാവ് ബൃന്ദ കാരാട്ട്. കേരളത്തിലെ അവസ്ഥ പരിതാപകരമെന്നും ബൃന്ദ കാരാട്ട്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിക്ക് നാളെ തുടക്കം. ജില്ലാതല ഉദ്ഘാടനം നാളെ രാവിലെ 9:30 മാളയിൽ മന്ത്രി OJ ജനീഷ് നിർവഹിക്കും. തിരുവല്ലോമല വാര്യത്തുപടി പാടശേഖരത്തിലെ കർഷകർ ദുരിതത്തിൽ. ചാലുകൾ പൊട്ടുന്നത് മൂലം വെള്ളം കയറി കൃഷി നശിക്കുകയാണെന്ന് കർഷകർ. എരുമപ്പെട്ടി മുട്ടിക്കൽ സെന്ററിനു സമീപം കാട്ടുപന്നി ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ മരത്തിലിടിച്ച് 15 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോവുകയായിരുന്ന ഭക്തർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ലോകകപ്പിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ സമനിലയിൽ തളച്ച് മൊറോക്കോ. ഗ്രൂപ്പ് സിയിലെ മത്സരത്തിൽ മഞ്ഞപ്പടയെ 1-1 എന്ന നിലയിൽ മൊറോക്കോ തളച്ചു. വാർത്തകൾ വിശദമായി. രാഷ്ട്ര നിർമ്മാണ രംഗത്ത് സുപ്രധാന പങ്കുവഹിക്കുന്ന വനിതകളുടെ പ്രാതിനിധ്യം പാർലമെന്ററി മേഖലയിൽ കുറയുന്നത് ദൗർഭാഗ്യകരമാണെന്ന് CPM നേതാവ് ബൃന്ദ കാരാട്ട്. കേരളത്തിലെ അവസ്ഥ പരിതാപകരമെന്നും ബൃന്ദ കാരാട്ട് തൃശൂരിൽ പറഞ്ഞു. EMS സ്മൃതി ദേശീയ സെമിനാറിന്റെ ഭാഗമായി ലോകസഭയിലും നിയമസഭയിലുമുള്ള സ്ത്രീ സംവരണം എന്ന വിഷയത്തിൽ വിഷയാവതരണം നടത്തുകയായിരുന്നു ബൃന്ദ കാരാട്ട്. പഴയ സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും സ്ത്രീ സംവരണം നടപ്പിലാക്കുന്നത്. ഇതിലൂടെ SC/ST സീറ്റുകൾ ഗണ്യമായി വെട്ടിക്കുറച്ചു. നാരീശക്തിയും വനിതാ സംവരണ ബില്ലുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വേളയിൽ ഇക്കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വനിതാ പ്രാതിനിധ്യം പേരിന് മാത്രമായി. പല കാര്യത്തിലും രാജ്യത്തിന് തന്നെ മാതൃകയായ കേരളം ഇക്കാര്യത്തിൽ ഏറെ പിന്നിലാണ്. നിലവിൽ ദേശീയ ശരാശരിയേക്കാൾ താഴെ മാത്രമാണ് കേരളത്തിലെ വനിതാ സംവരണ ശതമാനമെന്നത് പരിതാപകരമാണ്. That in the last 5 assembly elections which were held just now, except Bengal where it was 12.5% women in the assembly, it's a pathetic situation. Puducherry 0 women today. Assam 8%. And Kerala, a state which has the best social indicators, it is an extremely sorry record that Kerala, which leads the country in literacy, in health, in education, patriarchy rules supreme, where you have only 7.6% women in the state assembly, which, my dear friends, is less than the low national average of 9%. And in Tamil Nadu also, it is around 8%. ആഗോളതലത്തിൽ 180 സ്ഥാനത്താണ് ഇന്ത്യ. അയൽ രാജ്യമായ പാകിസ്ഥാനിൽ പോലും 21% സ്ത്രീ സംവരണമുണ്ട്. സ്ത്രീകളുടെ പ്രാധാന്യം കുറയ്ക്കുന്ന പ്രവണത ഇല്ലാതാകണമെന്നും വരുന്ന തെരഞ്ഞെടുപ്പുകളിലെങ്കിലും കൂടുതൽ സീറ്റുകൾ ലഭ്യമാക്കണമെന്നും ബൃന്ദ കാരാട്ട് അഭിപ്രായപ്പെട്ടു. The rest of the world has moved on. Our neighbors, Nepal has 34% women. Pakistan has 21.7% women. And we, what do we have? Less than 13%, around 13%. India is 150th out of 183 countries in the list given by the Inter-Parliamentary Union. What a shame. This is Nari Shakti and Nari Vandan India style. So we have to change that. തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷമില്ലാതായ BJP പ്രതിപക്ഷ ഐക്യം തകർക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പിളർത്തിയത്. പല ബില്ലുകളും ഭേദഗതി ചെയ്യുന്നത് അധികാരം നിലനിർത്താൻ വേണ്ടിയാണെന്നും ബൃന്ദ കാരാട്ട് കൂട്ടിച്ചേർത്തു. റീജിയണൽ തിയേറ്ററിൽ നടന്ന സെമിനാറിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ, കവിയും എഴുത്തുകാരിയുമായ വിജയരാജ മല്ലിക, FSCTO ജില്ലാ സെക്രട്ടറി C സുധീഷ് എന്നിവർ സംസാരിച്ചു. TCV തൃശൂർ. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിക്ക് നാളെ തുടക്കം. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നാളെ രാവിലെ 9:30 മാളയിൽ മന്ത്രി OJ ജനീഷ് നിർവഹിക്കും.
ജില്ലയിൽ ദിവസവും 1/4 ലക്ഷത്തോളം പേർക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. തൃശൂർ, മാള, ചാലക്കുടി, ഗുരുവായൂർ ഡിപ്പോകളിലും ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, പുതുക്കാട് ഓപ്പറേറ്റിംഗ് സെന്ററുകളുമായി 126 ഓർഡിനറി ബസ്സുകൾ KSRTCക്കുണ്ട്. കൂടാതെ ലിമിറ്റഡ്, ടൗൺ ടു ടൗൺ, ഗ്രാമവണ്ടി എന്നിവയും ചേർത്ത് ദിവസവും 1000-ഓളം സർവീസുകൾ നടത്താനാകും. എന്നാൽ ജീവനക്കാരുടെ ക്ഷാമം, ബസ്സുകളുടെ അറ്റകുറ്റപ്പണി തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ ഒട്ടേറെ ട്രിപ്പുകൾ മുടങ്ങുക പതിവാണ്. നിലവിൽ 700-ഓളം ട്രിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ട്രിപ്പുകളിലും സാധാരണഗതിയിൽ പകുതിയോളം യാത്രക്കാർ സ്ത്രീകളാണ്. യാത്ര സൗജന്യമാകുമ്പോൾ വനിതകൾ കൂടുതലായി എത്തുമെന്നുറപ്പ്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ. ജോലി ചെയ്യുന്ന ആളാണ്? അല്ലല്ല, പഠിക്കുകയാണ്. ഞാൻ കോഴിക്കോടാണ് പഠിക്കുന്നത്, യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ മുതൽ പോവാലോ. സൗജന്യയാത്ര അനുവദിക്കുന്ന ബസ്സുകൾ തിരിച്ചറിയാനായി പദ്ധതിയുടെ പേരായ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട്. സ്ത്രീ, ട്രാൻസ്ജെൻഡർ യാത്രക്കാർ നിർബന്ധമായും 0 രൂപ രേഖപ്പെടുത്തിയ പ്രത്യേക ടിക്കറ്റ് കണ്ടക്ടറിൽ നിന്ന് വാങ്ങണം. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നതിനിടെ പിടിക്കപ്പെട്ടാൽ 500 രൂപ പിഴ ഈടാക്കുമെന്നും KSRTC അറിയിക്കുന്നു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച രാവിലെ 8:30 മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും KSRTC ബസ്സിൽ യാത്ര ചെയ്യും. ഉദ്ഘാടന സർവീസ് നടത്തുന്ന ബസ്സിന്റെ ഡ്രൈവറും കണ്ടക്ടറും സ്ത്രീകളായിരിക്കും. ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും സൗജന്യ യാത്രയ്ക്ക് ടിക്കറ്റ് നൽകുക. ഓർക്കുക, നിങ്ങളുടെ കൂടെ 5 വയസ്സിനും 11 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടി ഉണ്ടെങ്കിൽ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. 15 കിലോയിൽ കൂടുതലുള്ള ലഗേജിനും ചാർജ് നൽകണം. അപ്പോൾ എല്ലാവർക്കും ശുഭയാത്ര. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം KB ലിബീഷ്, TCV. KSRTC സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് CPM MLA-മാർ വിട്ടുനിൽക്കും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഇക്കാര്യം അറിയിച്ചത്. KSRTCയിൽ ഓർഡിനറി ബസ്സിൽ മാത്രം സൗജന്യമെന്നല്ല നേരത്തെ പറഞ്ഞത്. മലബാറിൽ ഓർഡിനറി ബസ്സുകൾ ഇല്ലെന്നും ഇത് ആളെ പറ്റിക്കലാണെന്നും അദ്ദേഹം പറഞ്ഞു. UDF സർക്കാർ പറയുന്നതല്ല ചെയ്യുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. തിരുവല്ലോമല വാരിയത്തുപടി പാടശേഖരത്തിലെ കർഷകർ ദുരിതത്തിൽ. ചാലുകൾ പൊട്ടുന്നത് മൂലം വെള്ളം കയറി കൃഷി നശിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. പല ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന ചാലുകളാണ് പൊട്ടുന്നത്. മാറി മാറി വരുന്ന പഞ്ചായത്ത് ഭരണസമിതികൾക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ല. റോഡരികിലെ അഴുക്കുചാലുകൾ തകർന്നതിനാൽ കൃഷിയിടത്തിലേക്ക് എത്താനും ബുദ്ധിമുട്ടാണ്. പ്രദേശത്ത് ഈ കൃഷിയിടങ്ങളിലൂടെ കടന്നു പോകുന്ന ചാല് പൊട്ടി കൃഷി നശിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ റോഡിൻ്റെ സൈഡിൽ വരുന്ന ചാലിൽ വിവിധ അപകടങ്ങൾ കടന്നു വരികയാണ് ഈ പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇത് ചെയ്തു നൽകിയില്ലെങ്കിൽ ഈ പ്രദേശത്തെ കൃഷി സമ്പൂർണ്ണമായും നിർത്താനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചാലുകളിലൂടെ ഒഴുകുന്ന വെള്ളത്തിലൂടെ മാലിന്യങ്ങളും എത്തിച്ചേരുകയാണ്. ഇതുമൂലം തൊഴിലാളികൾ പാടത്തിറങ്ങാൻ മടി കാണിക്കുന്നു. അധികൃതർ അനാസ്ഥ തുടർന്നാൽ കൃഷി ഒഴിവാക്കി ഭൂമി തരിശിടേണ്ടി വരുമെന്ന് കർഷകർ പറയുന്നു. ഞങ്ങളുടെ ഈ ആവലാതി ഞങ്ങളെന്നും പഞ്ചായത്തിലും ഇവിടുത്തെ ഗ്രാമസഭകളിലും പല പ്രാവശ്യം പറഞ്ഞെങ്കിലും ഒരു കോൺട്രാക്ടർ ഇത് കരാറെടുത്തു എന്നതല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇതിനകത്ത് വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഈ വെള്ളപ്രശ്നങ്ങൾക്ക് വരുന്ന വെള്ളപ്രശ്നം ഭാവിയിൽ പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ കൃഷി നിർത്തുകയാണ്. കാരണം ഇതോടുകൂടി ഈ ഒരു ഞാല് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി കൃഷി ചെയ്യാൻ പറ്റത്തില്ല. TCV ന്യൂസ്, തിരുവില്ലാമല. എരുമപ്പെട്ടി മുട്ടിക്കലിൽ കാട്ടുപന്നി ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ മരത്തിലിടിച്ച് 15 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയാണ് അപകടം നടന്നത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോവുകയായിരുന്ന പാലക്കാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ പാലക്കാട് സ്വദേശികളെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്കേറ്റ സുവർണ, രഞ്ജിത്ത്, വിനോദ്, ബാലസുബ്രഹ്മണ്യൻ, സുകുമാരി എന്നിവരെ തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ലോകകപ്പിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ സമനിലയിൽ തളച്ച് മൊറോക്കോ. ഗ്രൂപ്പ് സിയിലെ മത്സരത്തിൽ മഞ്ഞപ്പടയെ 1-1 എന്ന നിലയിലാണ് മൊറോക്കോ തളച്ചത്. മൊറോക്കോയ്ക്കായി ഇസ്മായിൽ സൈബറിയും ബ്രസീലിനായി വിനീഷ്യസ് ജൂനിയറും ഗോൾ നേടി. ഇരു ടീമുകളിലും ആവേശകരമായ മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും പിന്നീട് ഗോൾ നേടാൻ സാധിച്ചില്ല. സമനിലയായതോടെ ഗ്രൂപ്പ് സിയിൽ ബ്രസീലും മൊറോക്കോയും ഓരോ പോയിന്റ് പങ്കിട്ടു. വീണ്ടും ഒരു ലോകകപ്പ് സ്വപ്നവുമായി ജർമ്മനി ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങുന്നു. 4 തവണ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ നേരിടുന്നത് ആദ്യ ലോകകപ്പ് കളിക്കുന്ന ക്യുറസാവോയാണ്. ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഡച്ച് കരീബിയൻ ദ്വീപായ ക്യുറസാവോ. ഏറ്റവും ഒടുവിൽ 2014 ലോക ചാമ്പ്യന്മാരായ ജർമ്മനി സമീപകാല തകർച്ചകളിൽ നിന്ന് തിരിച്ചുവരാനുള്ള ശ്രമത്തിലാണ്. ഹൂസ്റ്റണിൽ നടക്കുന്ന മത്സരത്തിന് രാത്രി 10:30-നാണ് കിക്ക് ഓഫ്.
ലോകകപ്പിലെ ഗ്രൂപ്പ് ബി മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിനെതിരെ അവസാന നിമിഷം സമനില പിടിച്ചെടുത്ത് ഖത്തർ. ഇഞ്ചുറി ടൈമിന്റെ 4-ാം മിനിറ്റിൽ ബോലം ഖൌഗി നേടിയ ഹെഡർ ഗോളാണ് ഖത്തറിന് വിലപ്പെട്ട ഒരു പോയിന്റ് സമ്മാനിച്ചത്. മത്സരം 1-1 എന്ന നിലയിലാണ് അവസാനിച്ചത്. മത്സരത്തിന്റെ ഭൂരിഭാഗവും സ്വിറ്റ്സർലൻഡിന്റെ നിയന്ത്രണത്തിലായിരുന്നു. തുടക്കത്തിൽ തന്നെ നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ച അവർക്ക് 17-ാം മിനിറ്റിൽ ലീഡ് നേടാനായി. പെനാൽറ്റിയിലൂടെ ബ്രയൽ എംബോളയാണ് ഗോൾ നേടിയത്. അതേസമയം മലയാളികൾ കാത്തിരുന്ന തലശ്ശേരിക്കാരൻ തഹ്സിൻ മുഹമ്മദ് ജംഷീദിന് ലോകകപ്പ് വേദിയിൽ കളത്തിലിറങ്ങാനായില്ല. മത്സരത്തിൽ പകരക്കാരുടെ പട്ടികയിൽ തഹ്സിന്റെ പേരുണ്ടായിരുന്നുവെങ്കിലും അവസരം ലഭിച്ചില്ല. പതിവ് തെറ്റിക്കാതെ ഈ ലോകകപ്പ് കാലത്തും തന്റെ ഇഷ്ട ടീമിനോടുള്ള ആരാധന വേറിട്ട രീതിയിൽ പ്രകടിപ്പിക്കുകയാണ് കോടാലി സ്വദേശി നെല്ലിക്കവിള ബാബു. അർജന്റീന ടീമിന്റെ കടുത്ത ആരാധകനായ ബാബു തന്റെ ബൈക്കിന് അർജന്റീന പതാകയുടെ നിറം കൊടുത്തിരിക്കുകയാണ്. ബൈക്കിന്റെ പെട്രോൾ ടാങ്കിന് പുറത്ത് അർജന്റീന ടീമിലെ കളിക്കാരുടെ ചിത്രവും 48-കാരനായ ബാബു പതിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ തന്റെ മുടി താഴ്ത്തി വെട്ടി ഫുട്ബോളിന്റെ മാതൃകയിലാക്കുക കൂടി ചെയ്തിരിക്കുകയാണ് ബാബു. 2018-ലും 2014-ലും ലോകകപ്പ് കാലത്ത് ഇതേ രീതിയിൽ ബാബു തന്റെ ഇഷ്ട ടീമിനോടുള്ള ആരാധന പ്രകടമാക്കിയിരുന്നു. പൊന്നൂക്കര സെന്റ് ജോസഫ് ഇടവകയിലെ 20ഓളം കുട്ടികളും യുവജനങ്ങളും വികാരിയച്ചന്റെ നേതൃത്വത്തിൽ ചേർന്നൊരുക്കിയ വേൾഡ് കപ്പ് തീം സോങ് ശ്രദ്ധേയമാകുന്നു. കാലുപന്തു കളി കാണാൻ പോകാം പിള്ളേരെ, ഉരുളും പന്തിനൊപ്പം ചേർന്നു തുള്ളാം പിള്ളേരെ, ഉരുളും പന്തിനൊപ്പം ചേർന്നു തുള്ളാം പിള്ളേരെ. കാൽപന്ത് കളി കാണാം ആവേശത്തോടെ ആഹ്ലാദത്തോടെ എന്ന പേരിലാണ് തീം സോങ് പുറത്തിറക്കിയിരിക്കുന്നത്. ഭാഷയും ദേശവും രാജ്യവും പലതാണെങ്കിലും ഫുട്ബോൾ കളിയുടെ മുന്നിൽ നമ്മൾ ഒന്നാണ് എന്ന സന്ദേശം പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിക്കുന്നതാണ് തീം സോങ്ങിന്റെ വരികൾ. ഫിഫ വേൾഡ് കപ്പിന്റെ ഗാനമൊക്കെ കേട്ട് ആവേശത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ മക്കൾ പറഞ്ഞൊരു കാര്യമാണ്, അച്ഛാ വലിയ ആഘോഷങ്ങളൊക്കെ അവിടെ നടക്കുമ്പോൾ നമ്മുടെ ഈ ചെറിയ പള്ളിയിൽ എന്തെങ്കിലും ആഘോഷം വേണ്ടേ? അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചപ്പോൾ ഇവര് പറഞ്ഞു, അച്ഛാ ഞങ്ങളും കളിക്കാൻ റെഡിയാണ്, ഷക്കീരയുടെ പോലെ കളിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കളിക്കാൻ ഞങ്ങൾ റെഡിയാന്ന് പറഞ്ഞ മക്കളാണ്. അപ്പൊ ഇവരാണ് ഞങ്ങൾക്കൊരു പ്രോത്സാഹനം തന്നത്. ലോകത്തിന്റെ കാര്യങ്ങളിൽ കൂടെ നിന്ന് ഒരു പുതിയൊരു ചൈതന്യം കൊടുക്കുന്ന ഒരു ഇടവകയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കണ്ടവര് ഇനി ആരെങ്കിലും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് കാണണം എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ നല്ല വേൾഡ് കപ്പ്, നല്ല ടീമുകൾ, ഒരുമിച്ച് കളിക്കുന്നവര്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവര്, ഒരുമിച്ച് കൂട്ടായ്മയിൽ നിൽക്കുന്നവര് ഈ വർഷത്തെ വേൾഡ് കപ്പ് നേടട്ടെ. രചനയും സംഗീതവും നിർവഹിച്ച പൊന്നൂക്കര ഇടവക വികാരി ഫാദർ സ്റ്റാർസൺ കള്ളിക്കാടൻ കുട്ടികളും യുവതീ യുവാക്കളുമായി പാട്ടിനൊപ്പം വയ്ക്കുന്ന ചുവടുകൾ കാണികളിലും ആവേശം പടർത്തും. കാൽപന്താവേശത്തിൽ രാജ്യങ്ങൾ ഒന്നാവുകയും ജനഹൃദയങ്ങളിൽ ആനന്ദാവേശങ്ങൾ നിറയുകയും ചെയ്യുന്ന വേളയിൽ ലോകകപ്പ് ആവേശത്തിന് ചടുല താളവും ഈണവും പകരുകയാണ് വൈദികനും കൂട്ടുകാരും പാടിയും ആടിയും തിമിർക്കുന്ന ഈ തീം സോങ്. രാജ്യം പലത്, എല്ലാം 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 പലതാണ്. രാജേഷ് ക്യാമറയും ഗോഡ്വിൻ ജിയോ സാബു കീബോർഡും മീവൽ എഡിറ്റിംഗും നിർവഹിച്ചു. ഓൾട്ര ബോയ്സ്, CLC, KCYM അംഗങ്ങൾ ചേർന്നാണ് നൃത്തമൊരുക്കിയത്. രാജ്യങ്ങൾ ചേരുമ്പോൾ ഹൃദയങ്ങൾ ചേരുന്നേ, ഹൃദയങ്ങൾ ചേരുമ്പോൾ ആനന്ദം നിറയുന്നേ, നമ്മളെല്ലാം ഒന്നായി തീരും നേരം ഗോളാണേ. TCV തൃശൂർ. 3 പീടിക ബീച്ച് റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കുന്നതിനായി സമ്മർദ്ദം ശക്തമാക്കുമെന്ന് KK വത്സരാജ് MLA പറഞ്ഞു. തീരദേശ വികസന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 പീടിക മാർക്കറ്റ് കെട്ടിടത്തിന് 4 കോടിയും ടൗൺ വികസനത്തിന് 1 കോടി രൂപയും വിനിയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് MLA അറിയിച്ചു. വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിനായി പദ്ധതി തയ്യാറാക്കുമെന്ന് സംവാദത്തിൽ പങ്കെടുത്ത കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ വ്യക്തമാക്കി. തീരദേശ വികസന സമിതി പ്രസിഡന്റ് AA സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു, കയ്പമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ, NK അബ്ദുൾ നാസർ, CJ പോൾസൺ, KS നൌഷാദ് തുടങ്ങിയവരും സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. മാള വൈന്തലയിൽ വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ ടാങ്കിൽ വീണ് പമ്പ് ഓപ്പറേറ്റർ മരിച്ചു. മേലൂർ സ്വദേശി പെരേപ്പാടൻ വീട്ടിൽ 45 വയസ്സുള്ള ജോസഫാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. വെള്ളം പരിശോധനയ്ക്കെടുക്കാൻ പോയ ജോസഫിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ജോസഫിനെ ടാങ്കിനകത്ത് വീണുകിടക്കുന്ന നിലയിൽ കണ്ടത്. മാളയിൽ നിന്നെത്തിയ അഗ്നിശമന വിഭാഗം ജോസഫിനെ പുറത്തെടുത്ത് ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് ലോക രക്തദാതാ ദിനം. മാനവികതയോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം.
രക്തഗ്രൂപ്പ് കണ്ടുപിടിച്ച കാൾ ലാൻസ്റ്റീനറിന്റെ ജന്മദിനമായ ജൂൺ 14 ലോക രക്തദാതാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് 2004 മാനവികതയുടെ ഒരു തുള്ളി രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ സന്ദേശം. കൃത്യമായ ഇടവേളകളിൽ രക്തദാനം ചെയ്യുന്നവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഹൃദ്രോഗബാധയ്ക്കുള്ള സാധ്യത കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 3 മാസം കൂടുമ്പോൾ രക്തദാനം ശീലമാക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് അതിനാലാണ്. 1628 വില്യം ഹാർവി രക്തപര്യന വ്യവസ്ഥ കണ്ടുപിടിച്ച ശേഷമാണ് ഞരമ്പിൽ നിന്ന് രക്തമെടുക്കാനും ഞരമ്പിലേക്ക് രക്തം കയറ്റാനും കഴിയുമെന്ന് മനുഷ്യൻ മനസ്സിലാക്കിയത്. ഒരാളിൽ നിന്നെടുക്കുന്ന രക്തം വിവിധ ഘടകങ്ങളാക്കി വേർതിരിച്ച് ഒന്നിലധികം രോഗികൾക്ക് അവരുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് നൽകുന്ന സംവിധാനം ഇപ്പോൾ ഒട്ടുമിക്ക രക്തബാങ്കുകളിലുമുണ്ട്. രോഗിക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു രക്തഘടകം ദാതാവിൽ നിന്ന് കൂടുതൽ അളവെടുക്കുകയും മറ്റു ഘടകങ്ങൾ ദാതാവിന്റെ ശരീരത്തിലേക്ക് തന്നെ യന്ത്രസഹായത്താൽ തിരിച്ചു കയറ്റുകയും ചെയ്യുന്ന അഫ്രസിസ് യൂണിറ്റ് സംവിധാനവും ഇപ്പോഴുണ്ട്. മാനവികതയുടെയും ദീനാനുകമ്പയുടെയും മാതൃകകളാകുന്നവരാണ് രക്തദാതാക്കളെന്ന് ഈ ദിനാചരണം ഓർമ്മിപ്പിക്കുന്നു. TCV തൃശൂർ. പഴഞ്ഞി അഞ്ഞൂര് മങ്ങാട് മൂലയിൽ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. കാട്ടകമ്പൽ സ്വദേശി കാക്കശ്ശേരി വീട്ടിൽ ബെന്നി, പഴഞ്ഞി സ്വദേശികളായ അന്തിക്കാട്ട് വീട്ടിൽ അനീഷ്, സുനി എന്നിവർക്കാണ് പരിക്ക്. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ബെന്നിയെ ബൈക്ക് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ബെന്നിയുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാട്ടകമ്പൽ മാർ ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് പള്ളിയിൽ മോഷണം. പള്ളി കോമ്പൗണ്ടിലുള്ള മുൻ വികാരി ഫാദർ PP സൈമണിന്റെ കല്ലറയിൽ വിളക്ക് കത്തിക്കുന്ന ഓട്ടുവിളക്കും പള്ളിയുടെ നടുമുറി കുരിശുപള്ളിക്ക് മുൻവശം വിളക്ക് കത്തിക്കുന്ന തൂക്കുവിളക്കും മോഷണം പോയി. പള്ളി അധികൃതർ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പള്ളിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് മോഷണത്തിന്റെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ബൈക്കിലെത്തിയ 2 പേരിൽ ഹെൽമറ്റ് ധരിച്ച് ഒരാൾ പള്ളി ഗേറ്റ് ചാടിക്കടന്ന് വിളക്കുകൾ എടുത്തുകൊണ്ടുപോകുന്നതായാണ് ദൃശ്യങ്ങളിലുള്ളത്. സമയവും സമാധാനവും ഇല്ലാത്തതുകൊണ്ട് ഇത്തവണ ലോകകപ്പ് മത്സരങ്ങൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പറവട്ടാനി പെലെ സ്റ്റേഡിയത്തിലെ കുട്ടികളെ സന്ദർശിക്കാൻ എത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ചെറുപ്പം മുതൽ ഫുട്ബോളിനോട് തനിക്ക് അതിയായ ഇഷ്ടമാണെന്നും അവസരം ലഭിക്കുമ്പോഴെല്ലാം മത്സരങ്ങൾ കാണാൻ ശ്രമിക്കാറുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കായികരംഗത്ത് മുന്നേറുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനവും ആശംസകളും നേർന്ന അദ്ദേഹം ആത്മവിശ്വാസവും കഠിനാധ്വാനവും വിജയത്തിന്റെ അടിസ്ഥാനമാണെന്നും ഓർമ്മിപ്പിച്ചു. നമ്മുടെ സ്വപ്നങ്ങളും നമ്മൾ അതിനുവേണ്ടി ആ സ്വപ്നം ആരെങ്കിലുമൊക്കെ പങ്കുവയ്ക്കുമ്പോൾ ഫുട്ബോൾ പ്രേമികളല്ല, ഫുട്ബോൾ പ്രേമികളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ യഥാർത്ഥ ഫുട്ബോളേഴ്സ് വളർന്നു വരും. അവർക്കുള്ള ഉത്തേജകമായി മാറുന്നത്. അങ്ങനെ ടീമുണ്ടായി വരണം. നമുക്ക് അങ്ങനെ ഒരു ഫുട്ബോൾ ടീം എന്ന് പറയുന്നത് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുന്ന സാഹചര്യമുണ്ട്. അത് അടുത്ത തവണ ഇല്ലെങ്കിൽ ഒരു 10 വർഷത്തിനുള്ളിൽ അത് സാധ്യമാകുമെന്ന് വിചാരിക്കുന്നു. ദേവസ്വം മന്ത്രി K മുരളീധരന്റെ അധ്യക്ഷതയിൽ നാളെ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥ മേധാവികളുടെയും യോഗം ചേരും. രാവിലെ 10:30 ദേവസ്വം കോൺഫറൻസ് ഹാളിലാണ് യോഗം. ക്ഷേത്രത്തിലെ അടിസ്ഥാന സൗകര്യ വികസനം, ഭക്തരുടെ ക്ഷേമത്തിനായി നടപ്പാക്കേണ്ട പദ്ധതികൾ എന്നിവ സംബന്ധിച്ച് ചർച്ച നടക്കും. അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയുള്ള കളക്ടർ ശിഖ സുരേന്ദ്രൻ, ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, ഭരണസമിതി അംഗങ്ങൾ എന്നിവരും പങ്കെടുക്കും. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സിനിമാരവങ്ങൾ എന്ന പേരിൽ പ്രദർശന സംവാദ പരിപാടി സംഘടിപ്പിച്ചു. സംവിധായകൻ സത്യൻ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. കലയും സാഹിത്യവും ജീവിത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതാകണമെന്നും സമൂഹത്തിന് ഉത്തമമായ സന്ദേശം നൽകുമ്പോഴാണ് ആ ദൌത്യം പൂർത്തിയാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലിറ്റററി ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ MT രാജേന്ദ്രൻ, ചലച്ചിത്ര താരങ്ങളായ സുനിൽ സുഗത, രഞ്ജിത മേനോൻ, നന്ദകിഷോർ, ഹരി P നായർ, സാഹിത്യ ഡയറക്ടർ അപർണ ബാലകൃഷ്ണൻ എന്നിവരും സംസാരിച്ചു. തൃശൂർ ഡിസ്ട്രിക്ട് സിറ്റിസൺസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാലാജി മെമ്മോറിയൽ മെറിറ്റ് ഡേയും ഓഹരി നിക്ഷേപ സമാഹരണവും നടത്തി. രാജൻ J പല്ലൻ MLA ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് NP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, MK അബ്ദുൾ സലാം, VK ജയരാജൻ തുടങ്ങിയവരും സംസാരിച്ചു. തിരുവല്ലോമലയിലെ ലൈഫ് മിഷൻ പദ്ധതി അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്ന് CPM പഞ്ചായത്ത് അംഗങ്ങൾ ആരോപിച്ചു.
89 വയസ്സുള്ള ചിന്നമ്മാളിന് ലൈഫ് ഭവന പദ്ധതി വഴി അനുവദിച്ച വീടിന് പണം ലഭിക്കാത്ത വിഷയത്തിലാണ് സിപിഎമ്മിന്റെ പ്രതികരണം. ബിജെപി ഭരിക്കുന്ന പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥ മേധാവിത്വവും കെടുകാര്യസ്ഥതയും വ്യാപകമാണെന്ന് പഞ്ചായത്ത് അംഗങ്ങളായ എസ് ദിലീപ്, മോഹൻദാസ്, അജയ്, അമ്പിളി എന്നിവർ കുറ്റപ്പെടുത്തി. ബിജെപി താന്യം പഞ്ചായത്ത് കമ്മിറ്റി മുളയങ്ങാട്ടിൽ ഭരതന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. 7 ലക്ഷം രൂപ ചെലവിൽ 430 സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് നിർമ്മിച്ചു നൽകിയത്. താന്യം പഞ്ചായത്ത് ഏരിയ പ്രസിഡന്റ് ജി ജയശങ്കർ, നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ്, ജനറൽ സെക്രട്ടറിമാരായ NS ഉണ്ണിമോൻ, നിഷ പ്രവീൺ, ജില്ലാ ഭാരവാഹികളായ ജസ്റ്റിൻ ജേക്കബ്, സുധീഷ് മേനോത്തുപറമ്പിൽ, EP ജാൻസി, മുൻ MLA CC മുകുന്ദൻ എന്നിവരും പങ്കെടുത്തു. കായികക്ഷമതയ്ക്കൊപ്പം ആരോഗ്യ സംരക്ഷണവും ആത്മവിശ്വാസവും ഉറപ്പിച്ച കരാട്ടെ ഗ്രാമത്തിന് ബ്ലാക്ക് ബെൽറ്റ് നേട്ടം. കുഴൂർ പഞ്ചായത്തിൽ 3 വർഷം മുൻപ് ആരംഭിച്ച ആരോഗ്യ ഗ്രാമം പദ്ധതിയാണ് ആദ്യഘട്ടം പിന്നിട്ടത്. ആദ്യഘട്ടത്തിൽ കരാട്ടെ അഭ്യസിച്ച 19 പേരാണ് ബ്ലാക്ക് ബെൽറ്റ് നേട്ടം കൈവരിച്ചത്. ഈ നേട്ടം കുഴൂർ ആഘോഷമാക്കി മാറ്റിയപ്പോൾ മന്ത്രി OJ ജനീഷും ഒപ്പം ചേർന്നു. ഭക്ഷണരീതി, വ്യായാമം, കളികൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് കുഴൂരിലെ ആരോഗ്യഗ്രാമം പദ്ധതി. പരിശീലനം പൂർണ്ണമായും സൗജന്യമായിരുന്നു. 3 വയസ്സ് മുതൽ 23 വയസ്സുവരെയുള്ളവരാണ് കരാട്ടെ അഭ്യസിച്ചു തുടങ്ങിയത്. ബ്ലാക്ക് ബെൽറ്റിൽ 6ാമത്തെ ഡിഗ്രിയുള്ള കുഴൂർ സ്വദേശി ഫ്രാൻസിസ് നിയോൺ ആയിരുന്നു പരിശീലകൻ. ഭാര്യ സന്ധ്യയും മകൾ സാന്ത്വനയും സഹപരിശീലകരായി ഒപ്പം ചേർന്നു. ഫ്രാൻസിസിന്റെ സുഹൃത്ത് ആന്റണി പോൾ, സാന്ത്വനിയുടെ സുഹൃത്തുക്കളായ വിൻഷ ബാബു, അർജുൻ ബാബു, കീർത്തന രാജു എന്നിവരും ഇവർക്കൊപ്പം പരിശീലകരായി ഉണ്ടായിരുന്നു. കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സാജൻ കൊടിയന്റെ നേതൃത്വത്തിലാണ് 3 വർഷം മുൻപ് ആരോഗ്യഗ്രാമം എന്ന ആശയം തുടങ്ങിയത്. ആരോഗ്യഗ്രാമത്തിന്റെ ഭാഗമായി കുഴൂരിൽ 1000ഓളം പേരാണ് ഇപ്പോൾ കരാട്ടെ അഭ്യസിക്കുന്നത്. ഇവരിൽ 700ഓളം പേരും പെൺകുട്ടികളാണ്. പഞ്ചായത്തിലെ എരവത്തൂർ, കുഴൂർ, പാറപ്പുറം എന്നിവിടങ്ങളിലും 6 വിദ്യാലയങ്ങളിലും കേന്ദ്രീകരിച്ചാണ് പരിശീലന കേന്ദ്രങ്ങളുള്ളത്. ആരോഗ്യഗ്രാമം പദ്ധതി തുടർന്നു കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി സേവ്യർ അറിയിച്ചു. TCV ന്യൂസ്, മാള. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ദേവാലയത്തിലെ പ്രതിഷ്ഠാ തിരുനാളിനോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ നിർവഹിച്ചു. തിരുനാൾ കൺവീനർ KC ഡേവിസ്, രക്തദാന ക്യാമ്പ് കൺവീനർ ടിനിൽ തോമസ്, ജോയിന്റ് കൺവീനർമാരായ നിതിൻ റാഫേൽ, ബീന ജെയ്സൺ, നടത്തുകൈക്കാരൻ MK ജോഷി, കേന്ദ്രസമിതി കൺവീനർ KT സിൻഡോ തുടങ്ങിയവരും നേതൃത്വം നൽകി. നാട്ടിക ബീച്ച് ആരിക്കിരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനം ക്ഷേത്രത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന ചടങ്ങ് ക്ഷേത്രം മേൽശാന്തി യാദവ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ഭാരവാഹികളായ AS പത്മപ്രഭ, PK ഹരിഹരൻ, EV ധർമ്മൻ, PV സത്യവ്രതൻ, AS ദേവദാസ്, PV ഗോവിന്ദൻ, ആനന്ദവല്ലി ശങ്കർ എന്നിവർ സംബന്ധിച്ചു. കൊണ്ടാഴി പഞ്ചായത്തിൽ സമീപകാലത്ത് നവീകരിച്ച കായാമ്പൂവം മായന്നൂർ റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണ് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. അധികൃതരോട് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്ന് പഞ്ചായത്ത് അംഗം ബാലഗോപാലൻ പറഞ്ഞു. വെള്ളം ഈ കുടിവെള്ള ക്ഷാമമുള്ള സമയത്ത് ലിറ്റർ കണക്കിന് വെള്ളമാണ് ഒഴുകി നാശമായി പോകുന്നത്. അങ്ങനെ പലയിടങ്ങളിലും ഈ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടി ഒരുപാട് വെള്ളം ലീക്കേജായി പോകുന്നുണ്ട്. കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവ് ബീച്ചിൽ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ KK വത്സരാജ് MLAക്ക് സ്വീകരണം നൽകി. KM വിജയൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ ജിഷ ഉണ്ണികൃഷ്ണൻ, മണി ഉല്ലാസ്, പൊതുപ്രവർത്തകരായ CJ പോൾസൺ, ദിവാകരൻ കുറുപ്പത്ത്, NK സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
കടങ്ങോട് പഞ്ചായത്ത് LDF ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പരാതി പറയാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കള്ളപ്പരാതി നൽകി കേസെടുപ്പിച്ചെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചു മടങ്ങുന്നതിനിടയിൽ ചില CPM അംഗങ്ങൾ മനഃപൂർവ്വം വാക്കേറ്റമുണ്ടാക്കി സംഘർഷാവസ്ഥ സൃഷ്ടിച്ചുവെന്നാണ് കോൺഗ്രസ് ആരോപണം. വെള്ളറക്കാട് സെന്ററിൽ നടന്ന പൊതുയോഗം കോൺഗ്രസ് പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ PN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറിമാരായ MH നൌഷാദ്, അക്ബർ അലി, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആന്റോ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി മേഖലയിലെ പാടത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നതായി പരാതി. പറമ്പന്തള്ളി ക്ഷേത്രത്തിലേക്ക് പോകുന്ന പ്രധാന റോഡിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പാടത്താണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. കനത്ത മഴയിൽ പാടത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാൽ മാലിന്യം കലർന്ന വെള്ളം സമീപ പ്രദേശങ്ങളിലെ ശുദ്ധജല സ്രോതസ്സുകളിലേക്ക് വ്യാപിക്കുകയാണ്. സമീപത്തെ വീടുകളിൽ സ്ഥാപിച്ച CCTV പരിശോധിച്ച് മാലിന്യം തള്ളിയവരെ കണ്ടെത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നാട്ടുകാരായ അജിത് പ്രസാദ്, മോഹനൻ വെട്ടിയാറ, രജീഷ് വട്ടപ്പറമ്പിൽ, VK വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ആരോഗ്യവകുപ്പ്, പാവറട്ടി പോലീസ് എന്നിവർക്ക് പരാതി നൽകി. KNM മർഗസുദ്ധ അവ സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിന് കൊടുങ്ങല്ലൂരിൽ തുടക്കം. മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് CP ഉമർ സുല്ലമി അധ്യക്ഷത വഹിച്ചു. KP നൌഷാദ് അലി, M അഹമ്മദ് കുട്ടി മദനി, ഡോക്ടർ AK അബ്ദുൾ ഹമീദ് മദനി, KLP ഹാരിസ്, പ്രൊഫസർ KP സക്കറിയ, NM അബുൽ ജലീൽ എന്നിവർ സംസാരിച്ചു. കുറഞ്ഞു പോകുന്നു എന്നുള്ളത് മനസ്സിലാകും. പക്ഷേ ഈ ഹിജറ എന്നുള്ളത് എളവള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CF രാജൻ രചിച്ച മാനവൻ കേഴുന്ന ലോകം എന്ന നോവലിന്റെ പ്രകാശനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ നിർവഹിച്ചു. എളവള്ളി പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ RA അബ്ദുൾ ഹക്കീം അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ CL ജോഷി ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. കവി പ്രസാദ് കാക്കശ്ശേരി പുസ്തകം പരിചയപ്പെടുത്തി. എളവള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, TT ശിവദാസൻ, PG സുബിദാസ്, BR സന്തോഷ് എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ ആറ്റുപള്ളി കടവിൽ കുളിക്കുന്നതിനിടെ കാൽവഴുതി പുഴയിൽ അകപ്പെട്ട അമ്മയെയും മകളെയും സാഹസികമായി രക്ഷപ്പെടുത്തിയവരെ മറ്റത്തൂർ രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. മറ്റത്തൂർ സ്വദേശികളായ പോൾ പ്ലാക്കൽ, പ്രതീഷ് നെല്ലിപ്പറമ്പ് എന്നിവരെയാണ് ആദരിച്ചത്. ആദരണ ചടങ്ങ് ഡെപ്യൂട്ടി മേയർ A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. രഞ്ജിത്ത് കൈപ്പള്ളി അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ്, വൈസ് പ്രസിഡന്റ് MV മിനി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M കുമാർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. വടക്കാഞ്ചേരി ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാർലിക്കാട് സ്കൂൾ പരിസര പ്രദേശം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഡിവിഷൻ കൌൺസിലർ സുനിത മണികണ്ഠന്റെ നേതൃത്വത്തിൽ മുണ്ടത്തിക്കോട് FHSCയിലെ ആരോഗ്യ പ്രവർത്തകരും ചെയിൽസ് ക്ലബ് അംഗങ്ങളും CDS, ADS, കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാ പ്രവർത്തകർ, മറ്റ് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. കൊട്ടേക്കാട് ഫൊറോന CLC പുറ്റേക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ത്രിദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ആഘോഷവേളകളിൽ രക്തദാനം നടത്തുമെന്ന് ക്യാമ്പ് അംഗങ്ങൾ പ്രതിജ്ഞ ചെയ്തു. മേജർ PJ ടൈജു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഫൊറോന പ്രസിഡന്റ് ആൻ തെരേസ റോജൻ, സെക്രട്ടറി PA റൊണാൾഡ്, ട്രഷറർ എയിൻജോ ഷാജു എന്നിവരും സംസാരിച്ചു. ഗാജറ്റ് ഫിനാൻഷ്യൽ സർവീസിന്റെ 30ാം വാർഷികാഘോഷം ഒളരിക്കര ബ്രാഞ്ചിൽ സംഘടിപ്പിച്ചു. ഉപഭോക്താക്കളും നിക്ഷേപകരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കമ്പനിയുടെ 3 പതിറ്റാണ്ട് നീണ്ട വിജയകരമായ പ്രവർത്തനയാത്രയെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു ആഘോഷ പരിപാടികൾ. ചടങ്ങിൽ കമ്പനിയുടെ വിവിധ സാമ്പത്തിക ഉൽപ്പന്നങ്ങളായ ഗോൾഡ് ലോൺ, നിക്ഷേപ പദ്ധതികൾ, മൈക്രോ ഫിനാൻസ് സേവനങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദീകരിച്ചു. ഉപഭോക്താക്കൾക്കായി നടപ്പിലാക്കി വരുന്ന വിവിധ ആനുകൂല്യ പദ്ധതികളും പരിചയപ്പെടുത്തി. കമ്പനിയുടെ AGM കൃഷ്ണ കലേഷ്, ഡിബഞ്ചർ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് സുജിത്, സെയിൽസ് ഹെഡ് ദിവ്യ, ക്ലസ്റ്റർ മാനേജർ ഷൈനി, ഗ്രീഷ്മ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു.
ശാഖാ ജീവനക്കാരുടെയും ഉപഭോക്താക്കളുടെയും സജീവ സാന്നിധ്യം ചടങ്ങിന് മാറ്റുകൂട്ടി. 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ ആതിര രാജ്, +2 തലത്തിൽ ഉന്നത വിജയം നേടിയ ഐശ്വര്യ ഷൈജു എന്നീ വിദ്യാർത്ഥികളെ ആദരിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ഉപഭോക്താവിന് സമ്മാനവും വിതരണം ചെയ്തു. ഗാജറ്റ് ഫിനാൻഷ്യൽ സർവീസിന്റെ 30 വർഷത്തെ വിജയകരമായ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും വിശ്വാസവും നൽകിയ ഉപഭോക്താക്കൾക്ക് ബ്രാഞ്ച് മാനേജർ അഞ്ജലി നന്ദി പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്ക് 9778343193 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാക്കശ്ശേരി അനശ്വര ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും മെഡിക്കൽ ക്യാമ്പും നടത്തി. കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ പ്രധാന അധ്യാപകൻ K. സജീന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര നാടക നടൻ മാത്യൂസ് പാവറട്ടി അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ഫാൻസി സുബിരാജ്, തുളസി രാമചന്ദ്രൻ, ക്ലബ് അംഗങ്ങളായ മുരളി പുതുമനശ്ശേരി, PA സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പെരുവണ്ണൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ ഡോണൽ പുലിക്കോട്ടിൽ കൊടിയേറ്റം നിർവഹിച്ചു. ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ സഹകാർമ്മികനായി. ഈ മാസം 21-നാണ് ഊട്ടുതിരുനാൾ. പോർക്കളങ്ങാട് നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും റെഡ് ആർമി ഇഞ്ചിക്കുന്നിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അടിക്കാം ലഹരിക്കെതിരെ ഒരു സൂപ്പർ ഗോൾ എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ജനപ്രതിനിധികളായ ദിവ്യ സുരേഷ്, അനൂപ് ചന്ദ്രൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് ഓഫീസർ സുനിൽ കുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഡോക്ടർ സ്വാതി ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,665 രൂപ, പവന് 1,09,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. രാഷ്ട്ര നിർമ്മാണ രംഗത്ത് സുപ്രധാന പങ്കുവഹിക്കുന്ന വനിതകളുടെ പ്രാതിനിധ്യം പാർലമെന്ററി മേഖലയിൽ കുറയുന്നത് ദൗർഭാഗ്യകരമാണെന്ന് CPM നേതാവ് ബൃന്ദ കാരാട്ട്. കേരളത്തിലെ അവസ്ഥ പരിതാപകരമെന്നും ബൃന്ദ കാരാട്ട്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിക്ക് നാളെ തുടക്കം. ജില്ലാതല ഉദ്ഘാടനം നാളെ രാവിലെ 9:30 മാളയിൽ മന്ത്രി OJ ജനീഷ് നിർവഹിക്കും. തിരുവല്ലോമല വാരിയത്തുപടി പാടശേഖരത്തിലെ കർഷകർ ദുരിതത്തിൽ. ചാലുകൾ പൊട്ടുന്നത് മൂലം വെള്ളം കയറി കൃഷി നശിക്കുകയാണെന്ന് കർഷകർ. എരുമപ്പെട്ടി മുട്ടിക്കൽ സെന്ററിന് സമീപം കാട്ടുപന്നി ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ മരത്തിലിടിച്ച് 15 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോവുകയായിരുന്ന ഭക്തർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ലോകകപ്പിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ സമനിലയിൽ തളച്ച് മൊറോക്കോ. ഗ്രൂപ്പ് സിയിലെ മത്സരത്തിൽ മഞ്ഞപ്പടയെ 1-1 എന്ന നിലയിൽ മൊറോക്കോ തളച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.